എല്ലാവരോടും ഒരു ബിഗ് സോറി. ഒരു 3 ആഴ്ചയെങ്കിലും ആയി കാണും. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് നാട്ടിൽ പോകേണ്ടി വന്നു. തീരെ സുഖമില്ലാണ്ടായി. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നാട്ടിൽ പോയതായിരുന്നു. ഇന്നലെ നമ്മൾ തിരിച്ചെത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ വരുന്ന സമയത്ത് നാട്ടിൽ നിന്ന് നല്ല നാട്ടുമാങ്ങ കൊണ്ടുവന്നിട്ടുണ്ട്. നാട്ടുമാങ്ങ ഞാൻ കുറേ നാളായി നാട്ടുമാങ്ങ കിട്ടാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല നാട്ടുമാങ്ങ കിട്ടിയിട്ടുണ്ട്. ഈ നാട്ടുമാങ്ങ ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. ഈ നാട്ടുമാങ്ങ വെച്ച് നമുക്ക് നല്ല സൂപ്പർ മാമ്പഴ പുളിശ്ശേരി ചെയ്യാം. ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ മാങ്ങയുടെ അടിവശം ഒന്ന് ചെത്തിക്കളയാം. ഇതിൽ ചെന ഉണ്ടാവും. ഈ ചെന കറിയിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരു രുചി ഉണ്ടാവില്ല. എൻ്റെ അമ്മമ്മയൊക്കെ കറി വെക്കുന്ന സമയത്ത് ഈ മാങ്ങയുടെ തൊലിയോട് കൂടിയാണ് പുളിശ്ശേരി വെക്കാറുള്ളത്. പിന്നെ പുളിശ്ശേരി അല്ലാതെ മാങ്ങ കറിയും വെക്കും, മോര് ഒഴിവാക്കിയിട്ട്. അപ്പോഴൊക്കെ തൊലി എടുക്കാറുണ്ട്. പക്ഷെ ഞാനിപ്പോൾ തൊലി എടുക്കുന്നില്ല. ഞാൻ തൊലി കളഞ്ഞിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം മാങ്ങയിൽ. ഓക്കെ, ഇപ്പോൾ നമുക്ക് തൊലി കളഞ്ഞിട്ട് തന്നെ ചെയ്യാം. ഞാൻ 10 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. വളരെ ചെറിയ മാങ്ങയാണ്. അതുകൊണ്ടാണ് 10 എണ്ണം എടുത്തിട്ടുള്ളത്. ചില നാട്ടുമാങ്ങയ്ക്ക് കുറച്ച് വലിപ്പം കൂടുതലുള്ളതുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് മാങ്ങയുടെ എണ്ണം കുറച്ചോളൂ. ഇങ്ങനെ ലൈറ്റായിട്ട് തൊലി ഒന്ന് ചെത്തി കൊടുത്താൽ മതി. മുഴുവനായിട്ട് കട്ടിയിൽ തൊലി ചെത്തിയെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന്, നിങ്ങൾ വല്ലാതെ മാങ്ങയുടെ തൊലി കളയൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെത്തി കൊടുത്താൽ മതി. കണ്ടില്ലേ, ജസ്റ്റ് ആ മേലത്തെ തൊലി മാത്രം. നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് വെള്ളം എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് കറക്റ്റാണ്. ഇനി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പ് അധികം ചേർക്കണ്ട, ആദ്യം കുറച്ച് ചേർക്കുക. എന്നിട്ട് രുചി നോക്കിയിട്ട് പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് മാങ്ങയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടി കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മാമ്പഴം ഒരു ഇടത്തരം തീയിൽ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ചിട്ട് വേണം വേവിക്കാൻ കേട്ടോ. അപ്പം മാങ്ങ ഒന്ന് വന്ന് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങയാണ്. അതായത് ഒരു ഇടത്തരം തേങ്ങയ്ക്ക് 1/2 മുറി തേങ്ങ. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചില ആളുകൾ ചെറിയ ഉള്ളി ചേർക്കും. ഞാൻ പക്ഷേ പുളിശ്ശേരി വെക്കുന്ന സമയത്ത് ജീരകം മാത്രമേ ചേർക്കാറുള്ളൂ, ചെറിയ ഉള്ളി ചേർക്കാറില്ല. അതുപോലെ വെളുത്തുള്ളി ചേർക്കുന്ന ആളുകളുണ്ട്, പക്ഷേ നമ്മൾ വെക്കുന്ന സമയത്ത് അതൊന്നും ചേർക്കാറില്ല. ഇനി ഈ തേങ്ങ നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. വെള്ളത്തിൻ്റെ അളവ് തേങ്ങ നന്നായിട്ട് അരിഞ്ഞ് കിട്ടാനുള്ള ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. അപ്പോൾ ഇത് നമ്മുടെ മാങ്ങ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. തേങ്ങ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം മാങ്ങ ശരിക്കും വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. നമ്മുടെ മാങ്ങ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഈ മാങ്ങ വെന്ത് വരുമ്പോൾ നല്ലൊരു മണം ഉണ്ടാവും. അപ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ മാമ്പഴം നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്ന്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ആയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ് ഇത്. ഈ തേങ്ങ ചെറുതായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ്. അതായത് 1 കപ്പ് തൈര് കട്ട തൈര്, അധികം പുളിയില്ലാത്ത 1 കപ്പ് കട്ട തൈര് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തൈര് ഒന്ന് ചൂടായി വന്നാൽ മതി. മോരും തൈരും കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിളയ്ക്കാൻ വേണ്ടി നിൽക്കരുത്. ഇത് ഈ പത കാണുന്നത് തിളച്ചതല്ല, ഞാൻ തൈര് മിക്സിയിൽ അടിച്ചെടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം ചെറിയ തീയിൽ ഈ തൈരൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് ഓഫ് ചെയ്തിട്ട് നമുക്ക് കറി വറവിട്ടെടുക്കാം. ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ മോര് കറി പോലെ ഒരുപാട് ലൂസായൊരു കറിയല്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉണ്ടല്ലേ, ഒരു കുറച്ച് തിക്നെസ് വേണം. ജസ്റ്റ് മോരൊന്ന് ചൂടായാൽ മതി. ചിലർ ഭയങ്കര പുളിയുള്ള മാങ്ങയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കൊടുക്കാറുണ്ട്. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാത്തത്. ഇനി നമുക്ക് ഒരല്പം ഉപ്പ് നോക്കാം. നമ്മൾ ബിഗിനിങ്ങിൽ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിരുന്നു. എങ്കിൽ കൂടി ഉപ്പ് കൂടുതലാണോ കുറവാണോ എന്ന് നോക്കാം കേട്ടോ.
ഞാനിട്ട് ഉപ്പ് പാകം കണ്ടോ, ചെറുതായിട്ട് പുക വരുന്നുണ്ട്, അതിനർത്ഥം കറി ചൂടായതാണ്. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നല്ലൊരു വറവാണ്. നമ്മൾ മോരുകറി വറവിടുന്ന പോലെ തന്നെ കടുക്, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ ഞാൻ 2 മണി ഒരല്പം ഉലുവ ചേർക്കും. അത് നിങ്ങൾ ചേർക്കണമെന്ന് നിർബന്ധമില്ല, പ്രത്യേകം പറയാണ്. ഉലുവയുടെ ഫ്ലേവർ ഒന്നും എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല, അതുകൊണ്ട് നിങ്ങൾ ചേർക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ ഞാൻ എപ്പോഴും ചേർക്കും. എനിക്ക് മോര് കറിയിൽ ഉലുവയുടെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിനി ഈ കറി ഇവിടുന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നല്ലൊരു വറവിട്ട് കൊടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഒന്ന് വറവിട്ടെടുക്കാം. അതിനായിട്ട് ഞാനൊരു കുഞ്ഞ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അധികം വെളിച്ചെണ്ണയൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതി. 1.5 ടേബിൾ സ്പൂൺ. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ കടുക്, 1 ടേബിൾ സ്പൂൺ കടുക്, ഒരു 2 നുള്ളു ഉലുവ, ഒരു നുള്ളു മതി. ഇത് ജസ്റ്റ് ഒരു മണത്തിന് വേണ്ടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് ഇനി നമുക്കൊരു 4 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അപ്പം മുളകൊന്നായി. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 സ്പ്രിഗ് കറിവേപ്പിലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കറിവേപ്പില നന്നായിട്ട് മൂത്തു, നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല തിക്കുണ്ട് കറി. നിങ്ങളുടെയൊക്കെ കുറച്ച് കട്ടി കുറവാണ് വേണ്ടെങ്കിൽ കുറച്ചുകൂടെ തൈരിൻ്റെ അളവൊന്ന് കൂട്ടിക്കൊടുത്താൽ മതി. എപ്പോഴും തൈര് യൂസ് ചെയ്യുമ്പോൾ പുളിയില്ലാത്ത കട്ട തൈര് തന്നെ അടിച്ചെടുക്കുക, മോര് ചേർക്കണ്ട. അതുപോലെ തന്നെ നല്ല പഴുത്ത രുചിയുള്ള മാങ്ങ ഉപയോഗിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, ചില കറികൾ നമ്മൾ ഇങ്ങോട്ട് ചട്ടിയിലേക്ക് ഒഴിക്കും, ചിലത് പക്ഷേ നമ്മൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഒരിക്കലും മോരൊന്നും തിരിച്ചൊഴിക്കരുത്, അത് തിളച്ച് പോകും. എപ്പോഴും പറയുന്ന പോലെ തന്നെ വറവ് ചേർത്ത ഉടനെ തന്നെ കറി അടച്ചു വെക്കുക, അപ്പോഴേ ആ രുചി കറിയിൽ കിട്ടുള്ളൂ. അപ്പം നമ്മുടെ രുചികരമായ മാമ്പഴ കറി അഥവാ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നാട്ടുമാങ്ങയുടെ സീസണാണിപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റ് ഏറ്റവും വിലപ്പെട്ടതാണ്. അത് പ്ലീസ് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും പറയണം. ഓക്കെ, അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.